വിദ്യാർത്ഥി വൈദ്യുതാഘാതമേറ്റ് മരിച്ച സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു. ശാസ്താംകോട്ട പോലീസും സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. അടിയന്തര റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകി. സംഭവത്തിൽ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറുടെ റിപ്പോർട്ട് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും ആവശ്യപ്പെട്ടു. ഞാൻ ടീച്ചറുകൂടെ നടന്നു വരുമ്പോഴാണ് കണ്ടത്. അങ്ങനെ ഷോക്ക് അടിച്ച നിലയിലാണ് കണ്ടത്. ആ കുട്ടി അതിനകത്ത് നോക്കി കിടക്കുമായിരുന്നു. പിന്നെ ടീച്ചേഴ്സ് വെച്ചപ്പോൾ സാറിന് എല്ലാം കൂടി എൻ്റെ വണ്ടിയിലോട്ട് കയറി അതിനെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. രക്ഷിച്ച് താഴെ എത്തിയതിന് ശേഷം കാറിനകത്ത് ഹോസ്പിറ്റലിൽ അന്നേരം അതിൻ്റെ ഷോക്ക് അടിച്ചപ്പോൾ അതിൻ്റെ വായിൽ. തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ വൈദ്യുതാഘാതമേറ്റ് മരിച്ച സംഭവത്തിലാണ് ബാലാവകാശ കമ്മീഷൻ കേസെടുത്തത്. അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടു. ശാസ്താംകോട്ട പോലീസും സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. അടിയന്തര റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് മന്ത്രി വി ശിവൻകുട്ടിയും നിർദ്ദേശം നൽകി. കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുനാണ് വൈദ്യുതാഘാതമേറ്റ് മരിച്ചത്. കളിക്കുന്നതിനിടെ സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ കയറിയപ്പോഴായിരുന്നു അപകടം. സ്കൂളിന് മുകളിലൂടെ പോകുന്ന വൈദ്യുതി കമ്പികൾ അപകടകരമായ അവസ്ഥയിലായിരുന്നെന്ന് നാട്ടുകാർ പറഞ്ഞു. സ്കൂൾ അധികൃതർക്കും KSEBിക്കുമെതിരെ ഗുരുതര ആരോപണങ്ങളും ഉയർന്നു. ഇന്ന് രാവിലെ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് സുഹൃത്തുക്കളോടൊപ്പം കളിക്കുകയായിരുന്ന പടിഞ്ഞാറേക്കലയുടെ പഞ്ചായത്തിൽ വിളന്തറ മനുവിൻ്റെ മകൻ, കേവലം 13 വയസ്സ് മാത്രമുള്ള വിപിൻ, 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. തേവലക്കര ബോയ്സ് ഹൈസ്കൂൾ ഷോക്കേറ്റ് മരണപ്പെട്ടത്. സത്യത്തിൽ ഇതൊരു ഗുരുതരമായ കൃത്യവിലോപവും അലംഭാവവുമാണ്. കടുത്ത അനാസ്ഥയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ എത്രയോ കാലങ്ങളായി ഇലക്ട്രിസിറ്റി ബോർഡിൽ തേവലക്കര ബോയ്സ് ഹൈസ്കൂൾ മാനേജ്മെൻറ്റ് റിക്വസ്റ്റ് കൊടുത്തിരുന്നു എന്നാണ് അവകാശപ്പെടുന്നത്. എങ്കിലും മെയ് 31 കഴിഞ്ഞ പ്രിൻസിപ്പൽ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പാണ് അപേക്ഷ കൊടുത്തിരുന്നത്. തേവലക്കര ബോയ്സ് ഹൈസ്കൂൾ ഇതൊന്നും ചെയ്തിട്ടില്ല. അവർ വെള്ള പേപ്പറിൽ അപേക്ഷ മാത്രമാണ് കൊടുത്തിരുന്നത്. നമുക്കറിയാം, ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അത്രത്തോളം താഴ്ന്നാണ് ഈ ഇലക്ട്രിക് ലൈനുകൾ 4 പാസ് ചെയ്യുന്നത്. അതിൻ്റെ താഴെയായി ഒരു അനധികൃത നിർമ്മിതിയുണ്ട്. അത് തകര ഷീറ്റുകൾ പാകിയ സ്ക്വയർ ട്യൂബ് ചെയ്ത് ഒരു അനുവാദം, ഒരു ഫിറ്റ്നസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് പോലും വരാതെ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഇൻസ്പെക്ഷൻ പോലും ഇല്ലാതെ അനധികൃതമായി കെട്ടിയിരിക്കുന്ന ഈ 4 കേബിൾ ലൈനുകൾ പാസ് ചെയ്യുന്നതിന് അടിഭാഗത്തായി ഒരു അനധികൃത നിർമ്മിതി നടക്കുന്നുണ്ട്. ഈ അനധികൃത നിർമ്മാണത്തിൻ്റെ മുകളിൽ കയറി നിന്ന് കളിച്ചപ്പോൾ ഇലക്ട്രിക് ലൈനിൽ കുരുങ്ങിപ്പോയ ചെരുപ്പെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിപിൻ പഴയ കെട്ടിടത്തിനുള്ളിൽ നിന്ന് നടന്ന് ഈ തകര ഷീറ്റിൻ്റെ മുകളിൽ കയറി നിന്ന് ഇതെടുത്തിട്ടുള്ളത്. അപ്പോഴും ആ വൈദ്യുതിയുടെ ആഘാതം അത്രത്തോളമായി ആ മകൻ താഴെ വീണ് മരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. സത്യത്തിൽ ഇതൊരു കടുത്ത അനാസ്ഥയും അലംഭാവമാണെന്ന് പറയാൻ കാരണം, കൊല്ലം ജില്ലയിലെ ഉന്നത വിദ്യാഭ്യാസ ഓഫീസർമാരോട് ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒപ്പം അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കും മന്ത്രി നിർദ്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.